എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു ഇലക്ഷൻ മാമാങ്കം കൂടി കടന്നു പോയിരിക്കുകയാണ്. കേരളത്തിൽ 2 അസംബ്ലി സീറ്റിലോട്ടും ഒരു ലോക്സഭാ സീറ്റിലേക്കുമാണ് ബൈ ഇലക്ഷൻ നടന്നത്. അതുകൂടാതെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബംഗാൾ, കർണാടക എന്നീ സംസ്ഥാനങ്ങളും ബൈ ഇലക്ഷൻ നടന്നിരുന്നു. ഇതിന്റെ കൂടെ തന്നെ മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലെ അസംബ്ലിയിലേക്കും ഇലക്ഷൻ നടന്നിരുന്നു. അതായത് ഈ ഇലക്ഷനിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു ഇലക്ഷൻ മഹാരാഷ്ട്ര ഇലക്ഷൻ ആയിരുന്നു. മഹാരാഷ്ട്ര ഇലക്ഷൻ നമുക്കറിയാം 288 അസംബ്ലി സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ NDA സഖ്യം, മഹായുതി സഖ്യവും ഇന്ത്യ സഖ്യം, വികാസ് അഗാഡി എന്ന് പറഞ്ഞ സഖ്യമാണ് മത്സരിക്കുന്നത്. അപ്പോൾ ശരിക്കും മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ. മഹാരാഷ്ട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വാർഷിക ഒരു ബജറ്റ് തന്നെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും കമ്പൈൻഡ് ബജറ്റാണ്. പറഞ്ഞു വരുന്നത് ഇവിടെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന ആരാണോ അവർക്ക് അത്യധികം ഫണ്ടിൻ്റെ കുത്തൊലിപ്പ് തന്നെയായിരിക്കും അവരുടെ പാർട്ടിയിലോട്ട്. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും ഭരണത്തിൽ ഇല്ലാതിരിക്കുന്ന കോൺഗ്രസ്, അതായത് ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്ര കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ആശ്വാസമാകുമായിരുന്നു. അതായത് അവർ ഇലക്ഷൻ ഫണ്ട് അവർക്ക് ഇപ്പോൾ നമുക്കറിയാം ആരും അവർക്ക് ഒരു ഇലക്ഷൻ ഫണ്ടോ ഡൊണേഷനോ ഒന്നും കൊടുക്കുന്നില്ല ഇവരുടെ കയ്യിലിരിപ്പതിന് കാരണം. അപ്പോൾ ആകെ ഭരണത്തിനുള്ള ഇപ്പോൾ കർണാടക എന്നാണ് അവർ മാക്സിമം ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷൻ ഇനി ഒരുപാട് ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ പാർട്ടി പ്രവർത്തനത്തിനും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഫണ്ടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ കോൺഗ്രസിന് അവസാന ഒരു ആശ്വാസമായിരുന്നു മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുക എന്നത്. കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ എല്ലാവർക്കും ഇതേ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇലക്ഷന് മുന്നേ എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് BJP നയിക്കുന്ന NDA സഖ്യം, അതായത് മഹായുതി സഖ്യവും കോൺഗ്രസും ഉദ്ധവിൻ്റെ ശിവസേനയും ശരത് പവാറിൻ്റെ NCPയും ഉള്ള മഹാവികാസ് അഗാഡിയും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. മാക്സിമം എങ്ങനെ പോയി കഴിഞ്ഞാലും 10-20 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ വരൂ. അങ്ങനെയാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. പക്ഷേ എല്ലാ എക്സിറ്റ് പോളുകളും തകിടം മറച്ചുകൊണ്ട് BJP 288 സീറ്റിൽ, അതായത് BJP നയിക്കുന്ന മുന്നണി 288 അസംബ്ലി സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഏകദേശം 227 സീറ്റിനടുത്ത് നേടി അധികാരത്തിൽ വന്നു. ഇതാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അതിഭീകരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദിവസങ്ങളോളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ എങ്ങനെ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങളെത്തി. അതായത് അവരെന്ത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് അവിടെ പ്രയോഗിച്ചത് എന്നുള്ള കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ദിവസങ്ങളോളം, അതായത് ഇലക്ഷൻ റിസൾട്ട് 23-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ഇത്രയും ദിവസത്തെ ഇന്നേക്കടക്കം ദേശീയ മാധ്യമങ്ങളടക്കം അത് ചർച്ച ചെയ്യുന്നുണ്ട്. അവരെന്ത് സ്ട്രാറ്റജിയാണ് അവിടെ അപ്ലൈ ചെയ്തതെന്ന്. അത് ശരിക്കും ഈ ഇലക്ഷൻ വിദഗ്ധർക്ക് ഒരു പാഠമാണ്. അതായത് ഇലക്ഷൻ വിദ്യാർത്ഥികൾക്കും ഒരു പാഠമാണ്. മഹാരാഷ്ട്രയിൽ BJP എങ്ങനെ ഇത്ര വിജയം കൊയ്തു എന്നുള്ളൊരു പാഠമാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത്രത്തോളം ഒരു വിജയം BJPക്ക് ഉണ്ടായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് കണ്ട ഭാവം നടിക്കുന്നില്ല, അത് ചർച്ച ചെയ്യാൻ തയ്യാറില്ല. അവരിപ്പോഴും പാലക്കാടെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പാലക്കാട് ഇപ്പോഴും പാലക്കാടെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് BJPയുടെ സിറ്റിംഗ് സീറ്റല്ല, പിന്നെ എന്തിനാ ഇവർ ഇത്ര വേവലാതി? അതായത് പാലക്കാട് കഴിഞ്ഞ തവണ BJP രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു, പക്ഷേ കുറച്ച് വോട്ട് കുറഞ്ഞു. അത് ഈ ശ്രീധരൻ മത്സരിക്കുന്ന മാതിരി ആയിരിക്കില്ല. അപ്പോൾ ഇത്രയും ജനകീയനായി ഈ ശ്രീധരൻ മത്സരിച്ചിട്ട് ഈ ശ്രീധരൻ മത്സരിച്ച് കിട്ടിയ വോട്ടും കൃഷ്ണകുമാർ മത്സരിച്ച വോട്ടും കിട്ടി കമ്പയർ ചെയ്യരുത്. അതായത് അദ്ദേഹം ഒരു ജനകീയനാണ്, അദ്ദേഹത്തിന് ഒരുപാട് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ റിസൾട്ട് വന്ന നവംബർ 23-ാം തീയതി തൊട്ട് ഇന്നേക്ക് വരെയൊക്കെ ഈ പാലക്കാടത്തെ BJPയുടെ തോൽവി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഇത്ര അധികം ചരിത്രപരമായ വിജയം നേടിയൊന്നും ഈ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അതായത് ഇപ്പോഴും അവർ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതായത് BJP ജയിച്ചില്ല, അങ്ങനെ നിങ്ങൾ സന്തോഷിക്കേണ്ട. അതായത് അങ്ങനെ BJP ജയിച്ച് അങ്ങനെ കുറച്ച് BJP സപ്പോർട്ടേഴ്സ് ഇവിടെ ഇവിടെ ഉണ്ടാവേണ്ട. ആ ഒരു നെറേറ്റീവ് ഇവർ മാധ്യമങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ വിജയം, അതായത് മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ച് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. അതിവരൊരു നെറേറ്റീവാണ്. അതായത് അതിന് പിന്നിൽ വേറൊരു അജണ്ടയുണ്ട്. കേരളത്തിലെ മിക്ക ചാനലുകളും ഫണ്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതായത് ആ ഒരു ജിഹാദി ഫണ്ടിങ് എല്ലാ ചാനലുകളും ഉണ്ട്. അപ്പോൾ അവരെ ഫണ്ട് വരുന്ന മുതലാളിമാരെ സുഖിപ്പിച്ചേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ പ്രചരിപ്പിക്കാതെ. എനിക്ക് മനസ്സിലാവാത്തത്, അതായത് ആൾക്കാർ പറയുന്നത് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഓണർ രാജീവ് ചന്ദ്രശേഖർ ആണെന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു BJPയുടെ മുൻ മന്ത്രിയാണ്, മുൻ MP ആണ്. അപ്പോൾ അത്തരത്തിലൊരാൾ ഒരു ഓണർഷിപ്പിലിരിക്കുന്ന ഒരു ചാനൽ പോലും അതിരൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഈ പാലക്കാടത്തെ വിഷയവും സുരേന്ദ്രൻ്റെ വിഷയവും, അതായത് സുരേന്ദ്രൻ രാജിവെക്കുന്നത് പോലും കാര്യങ്ങൾ പോലും പറയാണ് ഏഷ്യാനെറ്റ്.
അതായത് സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചില്ല. പക്ഷേ ഇവർ ഫ്ലാഷ് ന്യൂസൊക്കെ കൊടുത്തു. അതായത് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ശരിക്കും അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സുരേന്ദ്രൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, രാജ്യസന്നദ്ധത അറിയിച്ചില്ല. അതായത് സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ തുടരണോ വേണ്ടോ തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്, അല്ല ഞാനല്ല. അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു നെറേറ്റീവ്, ഇവിടെ എന്തോ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അതായത് BJP-യിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും മഹാരാഷ്ട്രയിലെ വിജയം ഒന്നും ആരും ചർച്ച ചെയ്യാത്തത്. നേരെ മറിച്ച് മഹാരാഷ്ട്രയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടോ, അതായത് ഈ ഇന്ത്യ മുന്നണിക്ക്, മഹാവികാസ് അഘാഡിക്ക്, കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിന് കുറച്ചധികം സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു ചർച്ച, ഏത് വഴിക്ക് പോകുമായിരുന്നു? അതായത് ഇവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സൂചിപ്പിക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴും പാലക്കാട് ചർച്ച. ഇപ്പോഴും ചാനൽ തുറന്നു കഴിഞ്ഞാൽ പാലക്കാടാണ് ചർച്ച. ഇവിടെ പാലക്കാട് BJP-യുടെ കോർ വോട്ടുകളൊന്നും എവിടെയും പോയില്ല. കഴിഞ്ഞ വർഷം ശ്രീധരൻ പിടിച്ച കുറച്ച് നിഷ്പക്ഷ വോട്ടുകളുണ്ട്, അത് കിട്ടിയില്ല, ഇത്തവണ കിട്ടിയില്ല, അത്രമാത്രം. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ പല അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. അത് ഇലക്ഷനിൽ പ്രതിഫലിച്ചു. എന്താ പറയുക, പാലക്കാട് നഗരസഭയിലടക്കം അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു. അതാണ് തോൽക്കാനുള്ള കാരണം. പക്ഷേ BJP-യുടെ കോർ വോട്ടുകൾ എവിടെയും പോയിട്ടില്ല. ഇതിനെങ്ങനെ മാധ്യമങ്ങളിങ്ങനെ പെരുപ്പിച്ച് കാണിച്ച്, അതായത് ഇപ്പോഴും ഏത് ചാനൽ വെച്ച് കഴിഞ്ഞാലും BJP-യിലെ പ്രശ്നം സുരേന്ദ്രൻ രാജിവെക്കണം, സുരേന്ദ്രൻ മാറി ശോഭ സുരേന്ദ്രൻ വരണം, എന്നാലേ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കൂ. ഇതേ മാധ്യമങ്ങൾ പറയുന്ന ഒരാളെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ നാളെ എന്താ ചെയ്യുക? ഇവർ സുരേന്ദ്രനെ തെറി പറഞ്ഞ് നിർത്തി നാളെ അവരെ തെറി പറയാൻ തുടങ്ങും. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കേരളത്തിൽ ഏത് അധ്യക്ഷൻ, BJP-യുടെ ഏത് അധ്യക്ഷൻ ഇരുന്ന് കഴിഞ്ഞാലും അവർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, വെറുതെ അനാവശ്യമായ വാർത്തകൾ സൃഷ്ടിക്കുക, ഇതൊക്കെയാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ പരിപാടി. ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഇത്ര വലിയ ആഗ്രഹമാണോ BJP രക്ഷപ്പെട്ട് കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? അതല്ല, ഇപ്പം സുരേന്ദ്രനാണ് പ്രശ്നം. BJP രക്ഷപ്പെടണമെങ്കിൽ സുരേന്ദ്രൻ മാറണം എന്നാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. സുരേന്ദ്രനെ ഇരുത്തിയിരിക്കുന്ന അവിടെ കേന്ദ്രമാണ്. അവർക്ക് സുരേന്ദ്രൻ നല്ല തോന്നിക്കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും, അത്രയേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ശുപാർശയോ നിങ്ങളുടെ റെക്കമെൻഡേഷനോ ഒന്നും ആർക്കും ആവശ്യമില്ല, BJP-ക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ദിവസം അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ പോലും പാലക്കാടത്തെ BJP-യുടെ ഓരോ ബൂത്തിലും നഷ്ടപ്പെട്ട വോട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു, അതിങ്ങനെ ഇഴകീറി പരിശോധിച്ച് ഇങ്ങനെ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സുരേന്ദ്രൻ മാറ്റാതെ ഇവർക്ക് വിശ്രമമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ നോക്കി. ഈ അമിതമായി ഇസ്ലാമിക് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരം മാധ്യമങ്ങൾ കേരളത്തിൽ അവർക്ക് വേറെ വാർത്ത ചെയ്യാനില്ല. ഇങ്ങനെ BJP-യിൽ പ്രശ്നം സൃഷ്ടിക്കുക. അതായത് ഇനിയിപ്പോൾ 2026 ഇലക്ഷൻ, അധികം ദൂരമൊന്നുമില്ല, 2025 ആവാൻ പോകണേ. കഷ്ടിച്ച് 1.5 വർഷം മാത്രമേ ഉള്ളൂ അസംബ്ലി ഇലക്ഷനിലേക്ക്. അപ്പോൾ ഇപ്പോഴേ അവർ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ തുടങ്ങി. എന്താ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തായാലും നമുക്ക് നോക്കാം ഇവർ മാധ്യമങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഇവർ ഏതറ്റം വരെയും പോകും. ഇവർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അതായത് ഇപ്പോൾ അവരുടെ എര BJP-യാണ്. അടുത്ത എര കിട്ടുന്നവരെ BJP-യെ അവരിങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിൽ. അതായത് അവരിങ്ങനെ കുറേ കഥകൾ മെനഞ്ഞും എന്താ പറയുക, അവരെ ഭാവനയിൽ കുറേ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ അവർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ കാണാം.